السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد. പ്രിയമുള്ളവരെ, സക്കാത്തുമായി ബന്ധപ്പെടുത്തി കൊടുക്കേണ്ട ഇനങ്ങളും അതേപോലെ അതിലെ വ്യവസ്ഥകളും ഒക്കെ നമ്മൾ പറഞ്ഞു. അർഹരായ ആളുകൾ 8 വിഭാഗമാണെന്നും ഇന്നലെ നാം സൂചിപ്പിച്ചു. സക്കാത്ത് കൊടുത്തു വീട്ടുമ്പോൾ ആ കടമ നിർവഹിക്കപ്പെടണമെങ്കിൽ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് നിയ്യത്ത് ചെയ്യലാണ്. നിയ്യത്ത് എന്നത് മനസ്സിൽ ആണ് നിർബന്ധം. നാവുകൊണ്ട് പറയണം എന്നില്ല. നാവുകൊണ്ട് പറഞ്ഞു മനസ്സിലില്ലാതെയാണെങ്കിൽ ശരിയാവില്ല. മനസ്സിലുള്ളതിനോടൊപ്പം നാവ് കൊണ്ടുകൂടി പറഞ്ഞാൽ ഉഷാറാവുകയും ചെയ്തു എന്നാണ് അതിന്റെ വ്യവസ്ഥിതി. ഇത് എന്റെ സക്കാത്താണ് എന്നോ അല്ലെങ്കിൽ നിർബന്ധമായ ദാനമാണ് എന്നോ ഒക്കെ നിയ്യത്ത് ചെയ്യാവുന്നതാണ്. ഇത് എന്റെ ധനത്തിൽ നിന്നുള്ള നിർബന്ധമാണ് എന്ന് മാത്രം കരുതിയാൽ പോരാ. കാരണം നേർച്ചയാക്കിയതും അതേപോലെ പ്രായശ്ചിത്തമായി നൽകുന്നതുമൊക്കെ ധനത്തിൽ നിന്ന് നിർബന്ധമായി വരുന്നത് തന്നെയാണ്. അപ്പൊ സക്കാത്താണെന്ന് കരുതാം. അപ്പൊ പിന്നെ നിർബന്ധം ഒന്നും കാണുന്നില്ല. കാരണം സക്കാത്ത് നിർബന്ധമാവുള്ളൂ. അതേസമയത്ത് ഇതെന്റെ മുതലിന്റെ സദക്കയാണെന്ന് കരുതുകയാണെങ്കിൽ നിർബന്ധമായ സദക്ക എന്നെന്താക്കണം, അവിടെ കരുതിയിരിക്കണം. ഏത് തരത്തിന്റെ ഏത് തരത്തിന്റെ സക്കാത്താണെന്ന് പ്രത്യേകം കരുതി കൊള്ളണം എന്നില്ല. ഉദാഹരണം, ഒരാൾക്ക് ഒരുപാട് സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ആ സക്കാത്ത് കൊടുക്കാനുള്ള അതൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹം ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇത് എന്റെ സക്കാത്തിൻ്റെതാണെന്ന് മൊത്തം കണക്കോ കൂട്ടി കറക്റ്റ് ആക്കിയതിന് ശേഷം ഇതെന്റെ സക്കാത്താണ് എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് മാറ്റി വെച്ചാൽ ഈ കൊടുക്കുന്നതിന്റെ ഷോപ്പിൻ്റെതാണ്, ഈ കൊടുക്കുന്നത് എന്റെ പറമ്പിൻ്റെതാണ് എന്ന് എന്ത് ചെയ്യേണ്ടതില്ല. പ്രത്യേകം ഓരോന്നിൻ്റേത് പ്രത്യേകമായി നിയ്യത്ത് ചെയ്യണമെന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഇനി ഒരാൾ ഒരു നിയ്യത്ത് പ്രത്യേകമായി നിർണയിച്ചു, ഇത് എന്റെ ഷോപ്പിന്റെ സക്കാത്താണ്. ഉദാഹരണം നോക്കുമ്പോൾ ആ സമയമാകുമ്പോഴേക്ക് ആ ഷോപ്പ് നശിച്ചു പോയിരുന്നു എന്നറിഞ്ഞാൽ പോലും ഇനി അത് മറ്റൊന്നിന്റെ സക്കാത്താക്കി മാറ്റാം. ആ ഷോപ്പ് നശിച്ചോ, എന്നാ പിന്നെ അത് പറമ്പിന്റെ സക്കാത്തായിക്കോട്ടെ എന്നെന്താക്കാൻ പറ്റൂല, വെക്കാൻ പറ്റൂല. അതേസമയത്ത് ഇത് നശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതിൻ്റെതാണെന്ന് നിയ്യത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവകാശികൾക്ക് സക്കാത്ത് നൽകിയത് കൊണ്ട് മാത്രം സക്കാത്താവില്ല നിയ്യത്തില്ലാതെ. അവകാശികൾക്ക് വിതരണം നടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം, നിയ്യത്ത് ചെയ്തിരിക്കണം. ആ ചെയ്യുന്ന നിയ്യത്ത് അവകാശികൾക്ക് നൽകുമ്പോൾ തന്നെ ആവണമെന്നില്ല. മറിച്ച് ധനത്തിൽ നിന്ന് സക്കാത്ത് മാറ്റി വെക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യാം. ഉദാഹരണം, ഒരാൾ തന്റെ മൊത്തം സമ്പത്ത് കണക്ക് കൂട്ടി ഇത്രയാണ് ഇതിന് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് തീരുമാനാക്കി. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് തീരുമാനമാക്കിയതിന് ശേഷം ആ സക്കാത്തിന്റെ ഫണ്ട് അയാൾ മാറ്റിവെച്ചു. ഇതെന്റെ സക്കാത്താണ് എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് മാറ്റിവെച്ചാൽ ഇനി അവകാശികൾക്ക് അതിൽ നിന്ന് അങ്ങനെ എടുത്തു കൊടുക്കുന്ന സമയത്തൊന്നും എന്ത് ചെയ്തുകൊള്ളണമെന്നില്ല, ഇദ്ദേഹം നിയ്യത്ത് പ്രത്യേകം ചെയ്തു കൊള്ളണമെന്നില്ല. അതാണ് നിയ്യത്ത് എപ്പോൾ ചെയ്താലും മതി. ധനത്തിൽ നിന്ന് സക്കാത്ത് മാറ്റിവെക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഇനി പ്രത്യേകമായിട്ട് ഒരാളെ ഈ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി അവൻ ചുമതലപ്പെടുത്തും, വക്കീലിനെ ഏൽപ്പിക്കാന്ന് പറയും. അങ്ങനെ വക്കീലിനെ ഏൽപ്പിക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്തു എന്നാലും മതി. ഇനി അപ്പോഴും ചെയ്തില്ല, മാറ്റി വെക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്തില്ല. പക്ഷെ സക്കാത്ത് വിതരണത്തിന് മുമ്പ് നിയ്യത്ത് ചെയ്തു. സക്കാത്തിനുള്ള മുതൽ മാറ്റി വെക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്തില്ല, പക്ഷേ സക്കാത്ത് വിതരണം ചെയ്യുന്നതിന് മുമ്പ് നിയ്യത്ത് ചെയ്തു. എന്നാലും അത് മതിയാവുന്നതാണ്. അതുപോലെ തന്നെ വക്കീലിനെ ചുമതലപ്പെടുത്തി ഇത് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. ആ കൊടുക്കണം എന്ന് പറഞ്ഞ് വക്കീലിന് ചുമതലപ്പെടുത്തിയതിന് ശേഷം വക്കീൽ അത് വിതരണം ചെയ്യുന്നതിന് മുമ്പ് ഇവൻ നിയ്യത്ത് ചെയ്താലും മതിയാവുന്നതാണ്. പക്ഷെ വക്കീലിനെ ഏൽപ്പിക്കുന്ന സമയത്ത് ഇദ്ദേഹം നിയ്യത്ത് ചെയ്താലും വക്കീല് കൂടി നിയ്യത്ത് ചെയ്യുന്നത് നല്ലതാണെന്ന് ബഹുമാനപ്പെട്ട ഫുഖഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു എളുപ്പം അല്ലാഹു തആല നൽകുന്നത് ഓരോരുത്തർക്കും കൊടുക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യുക എന്നുള്ളത് പ്രയാസമാണല്ലോ. അതുകൊണ്ടാണെന്ന് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ തന്നെ ഫത്വൽ മുഈനിലടക്കം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നാം നോക്കുക, ഒരാളോട് നമ്മൾ പറയാണ്, എനിക്ക് മറ്റേ ആളിൽ നിന്ന് കുറച്ച് പൈസ കിട്ടാനുണ്ട്, ആ കടം നീ വാങ്ങിക്കോ, അത് നിനക്ക് എന്റെ സക്കാത്താണ് എന്ന് പറഞ്ഞാൽ പറ്റുമോ? അതുകൊണ്ട് പറ്റൂല. കാരണം എന്താ, അവൻ ആദ്യം അത് വാങ്ങിയതിന് ശേഷം ഇതെന്റെ സക്കാത്താണ് നീ എടുത്തോ എന്ന് അവൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് എന്താക്കണം, അതെടുക്കാൻ അവൻ അനുവാദം കൊടുക്കണം. അപ്പോൾ മാത്രമേ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അത് സാധുവാവുകയുള്ളൂ എന്നാണ് നിയമം.
ഇനി കൂട്ടുസ്വത്തിന്റെ പലരും കൂടിയിട്ടുള്ള ഒരു ഷെയർ ആയിട്ടൊക്കെ ഉള്ള കച്ചവടങ്ങളുടെ ഒക്കെ പിന്നെ സക്കാത്തിന്റെ വിഹിതം അതെങ്ങനെ കൊടുക്കണം? പങ്കാളികളുടെ കൂട്ടത്തിൽ ഒരാൾ നിയ്യത്ത് ചെയ്തു, എല്ലാവർക്കും മറ്റൊരു സമ്മതമൊന്നും ഇല്ലാതെ തന്നെ മൊത്തം സക്കാത്ത് എല്ലാരെയും കൂടെ കണക്കൂട്ടിയിട്ട് കൂട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്തു, മറ്റൊരു സമ്മതം ഇല്ലാതെ തന്നെ കൊടുത്താൽ പോലും എന്താവും, നിയ്യത്ത് ചെയ്ത് കൊടുത്താൽ ശരിയാകുമെന്നാണ് അവിടുത്തെ നിയമം. പക്ഷേ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാകാതിരിക്കാൻ ഒന്നുകിൽ അവരെ സമ്മതം വാങ്ങുകയോ അല്ലെങ്കിൽ അവരുടെ വിഹിതം അവരുടെ കൊടുക്കുകയോ ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. വളരെ വിശാലമാണ് ആ വിഷയത്തിലുള്ള സ്ഥിതി എന്ന് ചുരുക്കം. നമുക്കറിയാം സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം സമയം ആകുന്നത് ഒരു കൊല്ലം തികയുമ്പോഴാണ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ. എന്നാൽ അതിനു മുമ്പ് തന്നെ വേണമെങ്കിൽ സക്കാത്ത് കൊടുക്കാം. ഒരു വർഷത്തെ സക്കാത്ത് കൊല്ലം തികയുന്നതിന് മുമ്പ് തന്നെ, ഏതിന്റെ സക്കാത്താണെങ്കിലും കൊല്ലം തികയുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കച്ചവടച്ചരക്കല്ലാത്തതാണെങ്കിൽ നിസാബ് എത്തിയതിന് ശേഷമേ കൊടുക്കാൻ പാടുള്ളൂ. ഉദാഹരണം, ഒരാളുടെ കയ്യിൽ 20 മിസ്കാല് സ്വർണം അല്ലെങ്കിൽ 200 ദിർഹം വെള്ളി, നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ കണക്കനുസരിച്ച് 85 ഗ്രാം സ്വർണമോ അല്ലെങ്കിൽ 495 ഗ്രാം വെള്ളിയോ അതടക്കമുള്ള ഏത് കച്ചവടത്തിൻ്റെതാണെങ്കിലും ഏതിന്റെ മുതലാണെങ്കിലും ശരി, ആ മുതൽ അവന്റെ കയ്യിൽ വന്നതിന് ശേഷം സക്കാത്ത് കൊടുക്കാനുള്ള വിഹിതം തികഞ്ഞതിന് ശേഷം കൊല്ലാവണതിന്റെ മുമ്പ് തന്നെ നേരത്തെ വേണമെങ്കിൽ എന്താക്കാവുന്നതാണ്, സക്കാത്ത് കൊടുക്കാവുന്നതാണ്. കച്ചവടച്ചരക്കല്ലാത്തതിലൊക്കെ വിഹിതം തികഞ്ഞതിന് ശേഷം കൊടുക്കാൻ പാടുള്ളൂ. കാരണം അപ്പോഴാണല്ലോ സക്കാത്തിലേക്ക് അവൻ എത്തുന്നുള്ളൂ. അതേസമയത്ത് കച്ചവടച്ചരക്കിൽ തുടക്കത്തിൽ എന്തുണ്ടാവണമെന്നില്ല, നിസാബ് ഉണ്ടാവണമെന്നില്ല, ഒടുക്കത്തിൽ ഉണ്ടായ മദീന നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞതനുസരിച്ച് കച്ചവടത്തിന്റെ സക്കാത്തിൽ നിസാബ് തികയുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഉദാഹരണം, കച്ചവടം തുടങ്ങി മുഹറത്തിൽ, അടുത്ത മുഹറത്തിലാണ് ഉണ്ടാവുക സക്കാത്ത് കൊടുക്കേണ്ട സമയമാവുക. എന്നാൽ ഈ മുഹറം മുതൽ തന്നെ അങ്ങോട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ഇടയ്ക്കിടക്ക് അർഹരായ ആളുകൾ ഇങ്ങനെ വന്നപ്പോൾ ഇതെന്റെ അഡ്വാൻസ് ആയ സക്കാത്താണ് ഈ കച്ചവടത്തിന്റെ എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ആ ആളുകൾക്ക് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കൊടുക്കാവുന്നതാണ്. പക്ഷെ കൊല്ലം തികയുന്ന സമയത്ത് ഇവൻ ഈ കൊടുത്ത സംഖ്യയും അതേപോലെ ഇപ്പോഴുള്ള മൊത്തം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആ സംഖ്യയുടെ വിഹിതവും നോക്കിയിട്ട് നേരത്തെ കൊടുത്തത് കൊണ്ട് സക്കാത്ത് പൂർണ്ണമായിട്ടില്ലെങ്കിൽ ബാക്കി കൂടി കൊടുക്കണമെന്നാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഫിത്ർ സക്കാത്ത്, അത് റമദാനിന്റെ ആദ്യം മുതൽ തന്നെ കൊടുക്കാം. ഫിത്ർ സക്കാത്ത് റമദാനിന്റെ 1-ാം തീയതി മുതൽ തന്നെ എന്താക്കാവുന്നതാണ്, കൊടുക്കാവുന്നതാണ്. ഇതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പെരുന്നാളിന്റെ അന്നത്തേക്കാൾ എന്താകാൻ പാടില്ല, താമസിപ്പിക്കാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ നേരത്തെ കൊടുക്കുമ്പോൾ അവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, റമദാൻ 1-ന് തന്നെ ഒരാൾ ഫിത്ർ സക്കാത്ത് കൊടുത്തു. ഈ ശവ്വാല് 1-ന്റെ അന്ന് അഥവാ റമദാന്റെ അവസാന സമയവും അതേപോലെ തന്നെ ശവ്വാൽ ആരംഭിക്കുകയും ചെയ്യുന്ന ആ ഫിത്ർ സക്കാത്ത് നിർബന്ധமான സമയം ഉണ്ടല്ലോ, ആ സമയത്ത് കൊടുത്തയാള് കൊടുക്കാനും വാങ്ങിയയാള് വാങ്ങാനും അർഹനായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് സക്കാത്ത് വീടുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഉദാഹരണമായി, ഒരാൾ റമദാൻ 1-ന് തന്നെ ഒരാൾക്ക് തന്റെ ഫിത്ർ സക്കാത്ത് കൊടുത്തു. ആ റമദാൻ ഒരു 10-നോ 15-നോ അല്ലെങ്കിൽ റമദാൻ 29-ന് തന്നെ എന്ത് ചെയ്തു, അദ്ദേഹം വലിയ ധനികനായി മാറി. ഒരാളിപ്പോ ധനവാനാകാൻ അത്ര തോന്നെ സമയമൊന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ ധനികനായി അവൻ മാറിയാൽ ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ശരിക്കും നിർബന്ധമായ സമയം റമദാനിന്റെ ലാസ്റ്റ് മൂവ്മെന്റും ശവ്വാലിന്റെ ആദ്യ സമയവും ഒരുമിക്കുമ്പോഴല്ലേ. അതിനു മുമ്പ് ഇയാൾ സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് തിരിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് വേണ്ടി എന്തു ചെയ്യേണ്ടതുണ്ട്, വീണ്ടും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതായത് നേരത്തെ സക്കാത്ത് നമ്മൾ കൊടുത്തു, ആ കൊടുത്ത സക്കാത്ത് ശരിയായിട്ടില്ലായിരുന്നു എന്നിപ്പോ മനസ്സിലായി എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് നേരത്തെ കൊടുക്കുന്ന ആളുകള് അങ്ങനെ കൊടുത്താൽ സക്കാത്ത് നിർബന്ധമാകുന്ന കറക്റ്റ് ടൈമിൽ ഇയാള് സക്കാത്ത് വാങ്ങാൻ അർഹനാണെന്ന ആ ഒരു ഉറപ്പ് കൂടി വരുത്തേണ്ടതുണ്ട് എന്നതാണ് ആ വിഷയത്തിലെ കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സക്കാത്ത് കൊടുക്കാൻ സക്കാത്ത് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മുതലിൽ നിന്ന് സക്കാത്തിന്റെ വിഹിതം മാറ്റിവെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാളെ വക്കാലത്താക്കിയിട്ടാണ് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി മറ്റൊരാൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇവൻ നിയ്യത്ത് ചെയ്ത് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്യാനും കൂടെ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയോ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിയ്യത്ത് ചെയ്യാൻ കൂടെ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ വക്കീൽ എന്തായാലും നിയ്യത്ത് ചെയ്തുകൊണ്ടേ അവകാശികൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നത് കൂടി ശ്രദ്ധിക്കണം. ഇതാണ് സക്കാത്ത് കൊടുത്തു വീട്ടുമ്പോഴുള്ള ഒന്നാമത്തെ നിബന്ധന. അപ്പൊ ഈ നിയ്യത്ത് ചെയ്യാതെ സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടൂല. കണക്കൊക്കെ റെഡിയാക്കിക്കൊണ്ട് മാത്രം പോരാ, നിയ്യത്ത് ചെയ്തുകൊണ്ട് വേണം കൊടുക്കാൻ.
അവിടെ കൊടുക്കുന്ന സമയത്ത് തന്നെ ആവണമെന്നില്ല നിയ്യത്ത്. മുതലിൽ നിന്ന് സക്കാത്ത് മാറ്റിവെച്ചതിന് ശേഷം വിതരണത്തിന് മുമ്പ് എപ്പോഴും നിയ്യത്ത് ചെയ്യാമെന്ന ഒരു സുതാര്യത കൂടി ആ വിഷയത്തിലുണ്ട് എന്ന് നാം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ നിബന്ധന എന്ന് പറഞ്ഞത് ഇഴ്താഉ ഹാലി മുസ്തഹിഖിഹ, സക്കാത്ത് അതിന് അർഹരായ ആളുകൾക്ക് കൊടുക്കണം. അതാണ് രണ്ടാമത്തെ നിബന്ധന. സക്കാത്ത് എന്ന് പറഞ്ഞ് നമ്മൾ എവിടെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ സക്കാത്ത് ആവില്ല. അർഹരായ ആളുകൾക്ക് തന്നെ കൊടുക്കണം. അർഹരായ ആളുകൾ 8 വിഭാഗമാണെന്ന് സൂറത്ത് തൗബയിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇന്നലെ നാം വിശദീകരിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് തന്നെ കൊടുത്താലേ സക്കാത്ത് വീടുകയുള്ളൂ. ആ നിരക്കല്ലാത്ത കൊടുതികളൊന്നും തന്നെ സക്കാത്തിന്റെ ഗണത്തിൽ വരികയില്ല എന്ന് കൂടി മനസ്സിലാക്കുകയും ഇതെന്റെ നിർബന്ധമായ കടമയാണ്, ആ കടമ വീട്ടിയില്ലെങ്കിൽ പരലോകത്ത് ഞാൻ കുടുങ്ങുമെന്ന ഗൗരവതരമായ ചിന്തയോടെ വേണം സക്കാത്തിനെ സമീപിക്കാൻ. അല്ലാഹു തആല നമുക്കെല്ലാം നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.